വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പഴമയുടെ രീതിയിലുള്ള ഓണ സ്പെഷ്യൽ സദ്യ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ കുറച്ച് വലുപ്പത്തിലുള്ള പുളി നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പുളി എടുക്കുമ്പോൾ കറുത്ത പുളി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് ഇഞ്ചിപ്പുളിക്കൊരു കറുപ്പ് കളറ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു 100 ഗ്രാം ഇഞ്ചി നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി കടലാസ് മുളക്, നമ്മൾ വീട്ടിലുണ്ടായെടുത്തിട്ടുള്ള മുളകാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം, അതേപോലെ തന്നെ ചീനമുളക് എടുക്കാം. ഒത്തിരി എരിവില്ലാത്ത പൊന്തൻ മുളകും നമുക്ക് എടുക്കാം. അപ്പം ഇനി ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഇനി ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓണാക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് 4 അച്ച് ശർക്കര ഞാനൊന്ന് കഴുകിയെടുത്തതാണ്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പം നല്ല ശർക്കര ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. അപ്പം നമുക്കിതൊന്ന് മെൽറ്റായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി വന്നോളൂ. ഇത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം ഇതാ നമ്മുടെ ശർക്കര ഇവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് പതകൊന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചു മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ അതേ സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉരുളുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഒരു കറിച്ചട്ടി ആയാലും കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പാനിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചെറിയ പീസായിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് റെഡിയായി വന്നോളും. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞു വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി വന്നോളും. ഇതാ നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചി ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഞാനിത് മുഴുവനായിട്ടും എടുക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പം ഇതാ കടുകൊക്കെ കൂടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 വറ്റൽ മുളക്, 4 തണ്ട് കറിവേപ്പില, ഒരു കുടം വെളുത്തുള്ളി നമ്മളിതേപോലെ 2ആയി കീറിയെടുത്തിട്ടുണ്ട്. നടുക കീറിയതാണ്. അതും ചേർത്ത് കൊടുക്കാം.
അതേപോലെ തന്നെ പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് നമ്മൾ ഒരു പിടി മുളക് എടുത്തിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കായം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഇതാ ഒരു അരക്കപ്പ് വെള്ളം കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഫ്ലെയിം നല്ല പോലെ അങ്ങ് കൂട്ടി വെക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നല്ല പോലെ അങ്ങ് വറ്റി വരുമ്പോൾ നമ്മുടെ ഉപ്പ് ഒരുപാട് അങ്ങ് കൂടിപ്പോകും. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് ഒന്ന് വറ്റി വരട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളമൊക്കെ നല്ല പോലെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഞാനിന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച്, ഒരു 1/4 സ്പൂണിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവിനായിട്ട് നമ്മൾ ഇത്രേ ചേർത്തിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ നല്ല എരിവുള്ള മുളകാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയും മതി. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉലുവാപ്പൊടി, ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കായം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണം. ഇനി ഞാനിതാ നമ്മൾ വറുത്ത് മാറ്റിയെടുത്ത ഇഞ്ചി മിക്സിയുടെ ജാറിൽ ഞാനൊന്ന് ചതക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാനിപ്പോൾ പറ്റില്ല, ഇതിങ്ങനെ കുമ്പളകൾ പോലെ പൊട്ടിത്തെറിക്കും, കണ്ടില്ലേ? അപ്പം തന്നെ അത്യാവശ്യം നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ബബിൾസ് വന്നിങ്ങനെ പൊട്ടി കയ്യിലൊക്കെ നമുക്ക് തെറിക്കും. അപ്പോൾ ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് വറ്റിച്ചെടുക്കാം. ഒരു 10 മിനിറ്റും കൂടെ ഇതൊന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഓൺ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് അത് നല്ല പോലെ അങ്ങ് തിക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഇനിയിപ്പോൾ നാളേക്ക് നമുക്കിതൊന്നും കൂടെ അങ്ങ് തിക്കായി നല്ല പോലെ അങ്ങ് കറുത്ത് വന്നോളും. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.